JP ട്രാവലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര വേളാങ്കണ്ണിയിലേക്കാണ്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ എല്ലാ വർഷവും പോലെ ഈ വർഷവും ഫാമിലിയായിട്ട് വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ്. നമ്മൾ കൊച്ചിയിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. നമുക്ക് ഏകദേശം 545 കിലോമീറ്റർ ഉണ്ട് വേളാങ്കണ്ണിയിലേക്ക്. അതുപോലെ വെളുപ്പിന് 2 മണിക്കാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ണമാലി പള്ളിയിലും കലൂർ പള്ളിയിലും എടപ്പള്ളി പള്ളിയിലും നേർച്ചയിട്ട് അങ്ങനെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുതിരാൻ ടണലിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ട് കുതിരാൻ തുരങ്കത്തിന്. ഇപ്പോൾ സമയം 5:45 കഴിഞ്ഞു. പാലക്കാടിൻ്റെ ഉൾഗ്രാമത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രാമത്തിൽ നിന്ന് മാറി നമ്മളിപ്പോൾ ഒരു ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇഷ്ടംപോലെ സ്പീഡ് ബ്രേക്കറുകളുണ്ട്. ഹൈവേ എന്ന് മാറി വീണ്ടും നമ്മളൊരു ഗ്രാമത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിന് ഇരുവശം മരങ്ങളും പച്ചപ്പും നല്ല ഭംഗിയാണ് സ്ഥലങ്ങളെല്ലാം കാണാൻ. അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പഴനി ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ വിൻഡ് മില്ല് കണ്ടു തുടങ്ങി. ഇവിടെ റോഡിന് ഇരുവശവും ധാരാളമായി വിൻഡ് മില്ല് കാണാൻ സാധിക്കും. അങ്ങനെ പാലത്തിൻ്റെ അരികിലൂടെ പോയി വീണ്ടും നമ്മൾ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ റോഡുകൾ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി റോഡുകളാണ് ഇവിടുത്തെ റോഡുകൾ. മടത്തക്കുളം പഴനി ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ഹൈവേയിൽ നിന്ന് മാറി സർവീസ് റോഡിലോട്ട് കയറിയിട്ടുണ്ട്.
പെട്രോൾ അടിക്കാനായി ഒരു പമ്പിൽ നിർത്തിയാണ് ഞങ്ങൾ. വേളാങ്കണ്ണിയിലേക്ക് യാത്ര ഇരിക്കുമ്പോൾ പ്രധാനമായും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പെട്രോൾ ഉണ്ടാകുമോ. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ കേരളത്തിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ ടാങ്ക് ഫുൾ ടാങ്ക് ആക്കിയിരുന്നു. പിന്നെ വേളാങ്കണ്ണി എത്തുന്നതിന് മുമ്പ് 1-2 പമ്പുകൾ കയറി പെട്രോൾ അടിച്ചു. ഇവിടെ പെട്രോളും ഡീസലും ഉണ്ട്, അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ഹൈവേയും മലനിരകളും ഇതിലൂടെ യാത്ര ചെയ്യുവാൻ ഒരു പ്രത്യേക വൈബാണ്. ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്, ഇവിടുന്ന് റൈറ്റ് എടുത്ത് വേണം പോകാൻ. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ വേളാങ്കണ്ണിയിലേക്ക്. നമ്മളങ്ങനെ ഒരു മാർക്കറ്റിൻ്റെ അടുത്തെത്തി. ഉണക്കമീൻ്റെ മാർക്കറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2004 സുനാമിയിൽ വേളാങ്കണ്ണിയിൽ മരിച്ച ആളുകളെ അനുസ്മരിപ്പിക്കുന്നതിനാണ് ഈ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് 2004 ഡിസംബറിലെ ദുരന്തത്തിൽ മരിച്ച പലരുടെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി പള്ളിയിലേക്കുള്ള റോഡിലേക്ക് എത്തി. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് ഏകദേശം 2 കിലോമീറ്റർ അടുത്തെത്തുമ്പോൾ നമ്മുടെ ആരോഗ്യമാതാവിൻ്റെ പള്ളിയിലെത്തും. NRC ലോഡ്ജിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. റൂമിൻ്റെ റെൻ്റ് എത്രയെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ പള്ളിയിലെ കാഴ്ചകളും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.